നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഠിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭയുടെ ദൂസരി ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ പാർട്ട് പരീക്ഷയായ സെക്കൻഡ് പേപ്പറിൻ്റെ സരോജിനി നായിഡു എന്ന പാഠമാണ്. അപ്പോൾ ഇതിൽ സരോജിനി നായിഡുവിനെ കുറിച്ച് ഒരു 10 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിലൊരു 6 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് നിന്ന് 27 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് സരോജിനി നായിഡു. അപ്പോൾ എല്ലാ മക്കളും ടെസ്റ്റ് കയ്യിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് കയ്യിലെടുക്കുക. കയ്യിലെടുത്തിട്ട് വേണം വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ടെസ്റ്റ് ആദ്യം വായിക്കാം. श्रीमती सरोजिनी नायडू का जन्म श्रीमती सरोजिनी नायडू एक जन्मजात कवयित्री थी. श्रीमती सरोजिनी नायडू ഒരു ജന്മവാസനയുള്ള കവയിത്രിയായിരുന്നു. വേ സച്ചേ ദേശഭക്തി മഹിളാ തി, നല്ലൊരു ദേശസ്നേഹിയായ മഹിളയായിരുന്നു. വേ പ്രശസ്ത രാജനീതിജ്ഞത്തെ, അവർ പ്രശസ്തനായ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു. വേ കുശൽ വക്താ തി, നല്ലൊരു പ്രാസംഗികയായിരുന്നു. സ്വതന്ത്ര ഭാരത് में പ്രഥമ മഹിളാ രാജ്യപാൽ होने का गौरव उन्हें प्राप्त था. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വനിതാ ഗവർണർ ആവാനുള്ള ഭാഗ്യം സരോജിനി നായിഡുവിന് ലഭിച്ചു. സ്വതന്ത്ര ഭാരത് में प्रथम महिला राज्यपाल होने का गौरव उन्हें प्राप्त था. उनका जन्म 13 ഫെബ്രുവരി 1879 പറയുന്നത് 1869 को ഹൈദരാബാദ് में हुआ. ഹൈദരാബാദിലാണ് സരോജിനി നായിഡു ജനിച്ചത്. ഉൻകെ പിതാ ഡോക്ടർ അദോർനാഥ് ചട്ടോപാധ്യായ് ഏക് വൈജ്ഞാനിക് തെ, അവരുടെ പിതാവ് അദോർനാഥ് ചട്ടോപാധ്യായ് ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. വേ കൈ വിഷയോं के വിദ്വാൻ भी थे, പല വിഷയങ്ങളിൽ പണ്ഡിതനായിരുന്നു. മാതാ വരദസുന്ദരി, അവരുടെ മാതാവിൻ്റെ പേരാണ് വരദസുന്ദരി. വേ സാത്വി പ്രവൃത്തിക്ക് മഹിളാത്തി, ഒരു സാധാരണ സ്ത്രീയായിരുന്നു. ഉന്മേ സാഹിത്യ രുചി ഭി തി, അവരിൽ സാഹിത്യ താല്പര്യം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. മാതാപിതാ ദോനോ കെ ഗുണോ കി പ്രേരണ സരോജിനി പർ പടി, മാതാപിതാക്കളുടെ എല്ലാ ഗുണങ്ങളും സരോജിനിക്ക് ലഭിച്ചിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ്. സരോജിനി കെ പൂർവജ് ബംഗാൾ സെ ഹൈദരാബാദ് മേ ആയേ തെ. സരോജിനി നായിഡു പൂർവികർ ബംഗാളിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വന്നിരുന്നു. അദോർനാഥ് ജി വിജ്ഞാൻ കെ പൂജാരി തെ, അദ്ദേഹം ശാസ്ത്രത്തെ സയൻസിനെയൊക്കെ പൂജിച്ച ഒരു പണ്ഡിതനായിരുന്നു. സരോജിനി ഉൻകി സബ്സെ ബഡി സന്താൻ തി, സരോജിനി അവരുടെ മൂത്ത സന്താനമായിരുന്നു. വേ പുത്രി കോ ബഹുത് പ്യാർ കർത്തേ തെ, പുത്രി ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഉൻകി ബഡി ഇച്ഛാ തി കി സരോജിനി ഭി ഉൻകി തരഹ് വിജ്ഞാൻ കി പണ്ഡിത ബനെ. അപ്പോൾ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തന്നെപ്പോലെ മകളും ഒരു ശാസ്ത്രജ്ഞയാവണമെന്ന്. വേ പുത്രി കോ ബഹുത് പ്യാർ കർത്തേ തെ, തൻ്റെ മകളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഉൻകി ബഡി ഇച്ഛാ തി കി എന്ന് പറഞ്ഞു. പിതാ കി ദേഖ് രേഖ് മേ ഹി പുത്രി കി ശിക്ഷ കാ ആരംഭ ഹുവ, അച്ഛൻ്റെ മേൽനോട്ടത്തിലായിരുന്നു മകളുടെ വിദ്യാഭ്യാസം. സരോജിനി കെ പിതാ അംഗ്രേസി കെ പരമ ഭക്തിത്തെ, അവരുടെ പിതാവ് സരോജിനി നായിഡുടെ പിതാവ് ഇംഗ്ലീഷിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഭക്തനായിരുന്നു. ഇസ്ലിയെ ഉन्होंने പുത്രി പർ ആരംഭ സേ ഹി അംഗ്രേസി ഭാഷ കാ അച്ഛാ ജ്ഞാൻ പ്രാപ്ത കർണേക്ക ജോർ ദിയ, അതുകൊണ്ട് തന്നെ മകൾക്ക് ചെറുപ്പത്തിലെ നല്ല ഇംഗ്ലീഷ് അറിവ് നൽകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. अंग्रेजी भाषा के अध्ययन की सराफी उपेक्षा होती तो वे अपने लड़कों को दंड भी देते थे. ഇംഗ്ലീഷിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയോ മാർക്ക് കുറയുകയൊക്കെ ചെയ്യണമെങ്കിൽ നന്നായിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കുമായിരുന്നു, ദണ്ഡ് പണിഷ്മെൻറ്റ്. इसके फलस्वरूप बाल्यकाल से अंग्रेजी सरोजिनी की മാതൃഭാഷ की तरह हो गई. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തെ സരോജിനിക്ക് ഇംഗ്ലീഷ് തൻ്റെ മദർ ടങ് ആയിരുന്നു, മാതൃഭാഷ പോലെയായിരുന്നു. ഫലസ്വരൂപ ഉൻകാ ഭാരതീയ ഭാഷാക്കാ ഞാൻ അപൂർവ രഹ, അതുകൊണ്ട് തന്നെ ഭാരതീയ ഭാഷകളുമായിട്ട് അവർക്ക് വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു, അറിവില്ലായിരുന്നു. സരോജിനി ബഡി പ്രതിഭാശാലി തി, ഇങ്ങനെയൊക്കെയാണെങ്കിലും സരോജിനി വളരെ പ്രതിഭാശാലിയായിരുന്നു. 12 വർഷ की अवस्था में उन्होंने मद्रास की मैट्रिक की परीक्षा पास कर ली. 12 വയസ്സായപ്പോൾ തന്നെ मैट्रिक പരീക്ഷ പാസ്സായി. इसके पहले ही उनमें कविता लिखने की रुचि पैदा हो चुकी थी. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കവിതയോട് വലിയ താല്പര്യമായിരുന്നു. വേ 11 വർഷത്തിൽ 11 വയസ്സായിരുന്നു. एक दिन ഗണിത കാ പ്രശ്ന ഹൽ കർ രഹി തി, ഒരിക്കൽ ഒരു മാത്സിൻ്റെ ചോദ്യോത്തരങ്ങൾ പരിഹരിക്കുകയായിരുന്നു, അത് മാത്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വഹ് ഹൽ നഹി ഹോതാത്ത, അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ആൻസർ കിട്ടുന്നില്ല. ഉൻകാ ദിമാഗ് പരേഷാൻ ഹോവുക, അപ്പോൾ അവർക്ക് വളരെ അസ്വസ്ഥത തോന്നി. മാത്സ് പൊതുവെ എല്ലാവർക്കും പാടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ മാത്സിൻ്റെ എന്തോ ഒരു കണക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. ഉസി സമയം ഉन्होंने ഏകാഏക് കവിത ലിഖന പ്രാരംഭ
കർ ദിയ. അങ്ങനെയാണ് വെറുതെ ഇരുന്നപ്പോൾ ഇത് 2-3 വരി എഴുതി. അപ്പോൾ എഴുതി വന്നപ്പോൾ നല്ല രസം തോന്നി. അങ്ങനെ 3-4 വരിയായി, 5-6 വരിയായി, 8 വരി, ഇങ്ങനെ എഴുതി കവിത എഴുതാനുള്ളൊരു താല്പര്യം അവർക്ക് ഉണ്ടായി. ഇസ് കവിത കാ നാം ദി ലേഡി ഓഫ് ദി ലേക്ക്, ചീൽ കി റാണി. ആ കവിതയെ പറയുന്ന പേരാണ് ദി ലേഡി ഓഫ് ദി ലേക്ക്. ഇസ്കെ അലവ ഉന്നോനെ ഏക് ചോട്ട നാടക ഭി ലിഖ. അതുകൂടാതെ ഒരു ചെറിയ നാടകവും എഴുതി. ഇതായിരുന്നു അവരുടെ കുട്ടിക്കാലം. ഇനി അതിൽ വരുന്ന ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസർ ടെസ്റ്റിൻ്റെ ബാഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതിനൊരു 5-6 മാർക്കിനൊക്കെ ചോദിക്കും. സ്വതന്ത്ര ഭാരത് में प्रथम महिला राज्यपाल होने का गौरव किसको प्राप्त हुआ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഭാരത് में प्रथम महिला राज्यपाल होने का गौरव किसको प्राप्त था? ആർക്കാണ് കിട്ടിയത്? സ്വതന്ത്ര ഭാരത് में प्रथम महिला राज्यपाल होने का गौरव ശ്രീമതി സരോജിനി നായിഡുക്കോ പ്രാപ്ത. സരോജിനി നായിഡുവിനാണ് ആദ്യ ഗവർണർ ആവാനുള്ള ഭാഗ്യം ഉണ്ടായത്. സരോജിനി നായിഡു കെ പിതാ ഡോക്ടർ അദോർനാഥ് ചട്ടോപാധ്യായ കോൺ थे? ആരായിരുന്നു? സരോജിനി നായിഡു കെ പിതാ ഡോക്ടർ അദോർനാഥ് ചട്ടോപാധ്യായ ഏക് വൈജ്ഞാനിക थे. അപ്പോൾ അവിടുത്തെ ആൻസർ വൈജ്ഞാനിക മാത്രമേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് എഴുതാൻ പറ്റും. മൂന്നാമത്തത്, സരോജിനി കെ പൂർവജ് കഹാ സെ ഹൈദരാബാദ് में आए थे? സരോജിനിയുടെ പൂർവികർ എവിടെ നിന്നാണ് ഹൈദരാബാദിലേക്ക് വന്നത്? ആൻസർ എന്താണ്? സരോജിനി നായിഡു കെ പൂർവജ് ബംഗാൾ സെ ഹൈദരാബാദ് में आए थे. ബംഗാളിൽ നിന്നാണ് ഹൈദരാബാദിലേക്ക് വന്നത്. നാലാമത്തത്, സരോജിനി കി പ്രതിഭ കാ പരിചയ ദീജിയ. അവരുടെ കഴിവ് എങ്ങനെയാണ് വന്നത്? സരോജിനി ബഡി പ്രതിഭാശാലി തി. വളരെ പ്രതിഭാശാലിയായിരുന്നു. 12 वर्ष की अवस्था में उन्होंने मद्रास की मैट्रिक पास कर ली. इसके पहले ही उनमें कविता लिखने की रुचि पैदा हो चुकी थी. ആദ്യമേ തന്നെ കവിത എഴുതാനുള്ള ഒരു താല്പര്യം അവർക്ക് ഉണ്ടായിരുന്നു. സരോജിനി ക്യൂ ഏകായേക് കവിത ലിഖന ആരംഭിക്കുക. എങ്ങനെയാണ് കവിത എഴുതാൻ വേണ്ടി ആരംഭിച്ചത്? എങ്ങനെയാണ്? सरोजिनी एक दिन गणित का प्रश्न हल कर रही थी. उनका दिमाग परेशान हो उठा. उसी समय उन्होंने एकाएक कविता लिखना आरंभ कर दिया. അപ്പോൾ മാത്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നിയത്. അന്ന് മുതലാണ് അവർ കവിത എഴുതാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ വെറുതെ ഒന്ന് എഴുതി കുറിച്ചപ്പോഴാണ് കവിതയായത്. കിൻ പരിസ്ഥിതിയോ में സരോജിനി के കാവ്യ ജീവൻ का ആരംഭ हुआ? അവരുടെ കാവ്യ ജീവിതം. ഇതൊക്കെ 3 മാർക്കും ചോദിക്കും കേട്ടോ. മറ്റേതൊക്കെ മുൻപേടായിരിക്കും. സരോജിനി ഏക് ദിൻ ഗണിത കാ പ്രശ്ന ഹൽ കർ രഹി തി. എന്താണ്? ഹല്ല് പരിഹരിക്കുകയായിരുന്നു. ഉൻകാ ദിമാഗ് പരേഷാൻ ഹോ ഉഠാ. അപ്പോൾ അവർക്ക് അസ്വസ്ഥത തോന്നി. ഉസി സമയം ഉനോനെ ഏകായേക് കവിത ലിഖന ആരംഭ കർ ദിയ. അങ്ങനെയാണ് കവിത എഴുതാൻ ആരംഭിച്ചത്. ഉനോനെ 13 वर्ष की उम्र में एक लंबी കവിത ലിഖി. 13 വയസ്സായപ്പോഴേക്കും ഒരു നീണ്ട കവിത എഴുതിയാണ് ലംബി കവിത. ഇസ് കവിത കാ നാം ദി ലേഡി ഓഫ് ദി ലേക്ക്, ചീൽ കി റാണി ഹെ. ആ കവിതയുടെ പേരാണ് ദി ലേഡി ഓഫ് ദി ലേക്ക്. ഇപ്പോൾ സെക്കൻഡ് പേപ്പറിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്നാമത്തെ ചാപ്റ്റർ അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്നൊരു ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ ഉടൻ തന്നെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.